ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i20 ആയിട്ടാണ്. i20 സ്പോർട്സ് ഓപ്ഷണൽ വേരിയൻ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ കൂടെ നമ്മൾ i20 സ്പോർട്സ് ഓപ്ഷണലിൻ്റെ അത് എന്തൊക്കെയാണ് വന്നിട്ടുള്ള ഫീച്ചേഴ്സ് അതിനെ പറ്റിയിട്ടാണ് ടോട്ടലി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ i20 സീരീസിൽ നമുക്ക് ടോട്ടലി 7 വേരിയൻസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഇറയാണ്. അതിന് മേളിലാണ് മാഗ്ന ഉണ്ട്, മാഗ്ന എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്പോർട്സ് വരും, സ്പോർട്സ് ഓപ്ഷനിൽ വരും, പിന്നെ അതിൻ്റെ മേളിൽ ആസ്ത ഓപ്ഷനിൽ. അതിൽ മിഡ് റേഞ്ചിൽ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻ്റാണ് നമ്മുടെ അടുത്തുള്ളത്, അതായത് സ്പോർട്സ് ഓപ്ഷനിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് വശത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓൾറെഡി നമ്മളെല്ലാം കണ്ട് പരിചയമുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയപ്പെടുത്തണമെന്നില്ല. എങ്കിലും ഒന്ന് പറയുമ്പോൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ്സ് വരുന്നത്. നമുക്ക് ഹാലജനാണ് സ്പോർട്സ് ഓപ്ഷനിലും വന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സും ഇവിടേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പിനെ രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഏരിയയും വരുന്നത്. ഇത് ഫുൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ തന്നെ ഹ്യുണ്ടായുടെ ഒരു വലിയ ലോഗോയും അവർ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ചെറിയ എയർ ഡാം യൂണിറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് കാണാം. അവിടെ നിന്ന് താഴേക്ക് ബമ്പറിൽ തന്നെ ഒരു സ്പ്ലിറ്റർ സെറ്റപ്പും വന്നിട്ടുണ്ട്. അതിനോടെ തന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് DRL യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടെയാണ് DRL വരുന്നത്. ഹെഡ്ലൈറ്റിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു വശത്താണ് DRL ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ എയർ പോക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മുൻവശത്തെ ഒരു കളർ തീമെന്ന് പറയുന്നത്. ബ്ലാക്കും വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ക്രോം ഫിനിഷും കൂടി കലർന്നിട്ടുള്ളൊരു കളർ തീമാണ് ഫ്രണ്ട് വശത്തേക്ക് വരുന്നത്. മൊത്തത്തിലൊരു സ്പോർട്ടി ഫീൽ തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ട് വശത്ത് വരുന്നത്. നമ്മുടെ അടുത്തുള്ളത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അട്രാക്റ്റീവാണ് കളർ. വൈറ്റും ബ്ലാക്കും കൂടെ വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഇനി നോക്കുമ്പോൾ ഹുഡിൻ്റെ ഒരു ഏരിയ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് 2 ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഹുഡിൽ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് 2 വൈപ്പേഴ്സ് കാണാം. വാഷിംഗ് യൂണിറ്റും ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ സൈഡ് വശത്തേക്ക് വരുമ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോട്ടൽ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനുള്ള സ്റ്റീൽ വീൽസാണ്. അതിൻ്റെ മേളിൽ കപ്പുകളാണ് വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇത് അലോയ് വീൽസ് ആണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ. പിന്നെ ഇനി അവിടുന്ന് വരുമ്പോൾ വീലാർച്ചിലും ചെറിയൊരു ക്യാരക്ടർ ലൈൻ ഡിസൈനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് റിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ORVM കാണാൻ പറ്റും. ഇവിടെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോഡി കളറിൽ തന്നെയുള്ള ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇനി നമ്മൾ ഈ ഒരു പില്ലർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡോറിൻ്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. വണ്ടി ടോട്ടലി ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ് സൈഡ് ഗ്ലാസ്. അതാണ് ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്പോർട്സ് ഓപ്ഷനിൽ മാത്രം വരുന്ന ഒരു പ്രത്യേകതയാണ് സൺറൂഫ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വന്നിട്ടുണ്ട്. സ്പോർട്സ് വേരിയൻറ്റിൽ നമുക്കത് വരത്തില്ല. സ്പോർട്സ് ഓപ്ഷനിൽ മുതലേ നമുക്ക് സൺറൂഫ് ഉള്ളൂ. ഇനി അവിടുന്ന് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ താഴത്തെ നമ്മുടെ റണ്ണിങ് ബോർഡിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ i20 എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ ഇപ്പുറ സൈഡിൽ വന്നു. ഇവിടെ നമുക്ക് ഒരു ചെറിയ ക്രോം ഫിനിഷ് എലമെൻറ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഡോർ വരെയും പോയിട്ടുണ്ട്, ഈ താഴ്വശത്തൂടെ തന്നെ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഒരു ഡിസൈൻ കൊള്ളാം. അതായത് ആ ഒരു ഇസഡ് ഷേപ്പിലുള്ള ടെയിൽ ലാമ്പിനോട് കണക്ട് ചെയ്ത് തന്നെ ഒരു പാർട്ടായിട്ടാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വീലാർച്ചിൽ ചെറിയൊരു ബോഡി ലൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു റിയർ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഇസഡ് ഷേപ്പിലുള്ള ഒരു ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. പക്ഷേ ഈ ഇത്രയും ഭാഗം മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. എല്ലാം ഹാലജൻ സെറ്റപ്പാണ്. പിന്നെ നമുക്ക് രണ്ടിടത്തും ഉള്ള ഈ ടെയിൽ ലാമ്പ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്രോം ഫിനിഷ് എലമെൻറ്റ് സെൻറ്ററിൽ കൂടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത എലമെൻറ്റിലാണ് ഹ്യുണ്ടായുടെ ആ ഒരു സിമ്പൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് ഗ്ലാസ്സിൽ നമുക്കൊരു ഡിഫോഗർ ലൈൻസും കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ടോപ്പിലായിട്ട് ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഷാർപ്പിൻ ആൻറ്റിനയും ടോപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ടെയിൽ ഗേറ്റിൻ്റെ 2 ഓപ്പണിംഗ് ഏരിയയിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ബോൾഡ് ക്യാരക്ടർ കിട്ടുന്ന രീതിയിലുള്ളൊരു ചെറിയ ഡിസൈൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു എലമെൻറ്റും 2 വശത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ താഴെ ഈ ടെയിൽ ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു i20 എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. അപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ സ്പോർട്സ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഇതിപ്പോൾ സ്പോർട്സ് ആയാലും സ്പോർട്സ് ഓപ്ഷനിലായാലും നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. ബാഡ്ജിങ് എല്ലാം സെയിം ആയിരിക്കും.
നമുക്ക് ആകെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് സ്പോർട്സ് ഓപ്ഷനിൽ തൊട്ടേ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ആ ഒരു ബമ്പർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സെയിം പാറ്റേണിലാണ് ബാക്കിലത്തെ ബമ്പറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് വൈറ്റ് ഗ്രേ വരുന്ന ഒരു ഫിനിഷിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ 2 വശത്തും റിഫ്ലക്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബ്ലാക്കിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ആ ഒരു ഡിഫ്യൂസർ ഗ്രേ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് സ്പോർട്ടി ലുക്കാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇനിയും എക്സോസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല, വിസിബിൾ അല്ല, അത് ഉള്ളിലാണ്. അങ്ങനെയാണ് ബാക്കിലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് ഇൻറ്റീരിയറിലെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഡുവൽ ടോൺ പാറ്റേണിലാണ് കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഒരു ബ്ലാക്കും പിന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോർ പാഡിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡോയുടെ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് കാണാൻ പറ്റും. അതിൽ സിംഗിൾ ടാപ്പിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് നമ്മുടെ ഡ്രൈവർ സൈഡ് വരുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ ലോക്ക് ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ORVM ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു സ്പീക്കർ സിസ്റ്റം കാണാൻ പറ്റും. നമുക്ക് ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള വേർഷനിൽ നമുക്ക് ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് അപ്പോൾ ഈ ഒരു ഡോർ പാനലിൽ വരുന്ന കാര്യങ്ങൾ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും. അതിനെ ഒരു ഹൈപ്പർ ബ്ലാക്ക് കളറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അവിടുന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് AC വെൻ്റ് വരുന്നത്. കുറച്ച് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുകയാണെന്ന് തോന്നും, പക്ഷേ അത് ആ ഒരു ഡിസൈനുമായിട്ട് കോമ്പാക്റ്റബിളായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടം ഷേപ്പിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്പോക്ക് കാര്യങ്ങളൊക്കെ ഡിസൈനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയും ആ ഒരു ക്രോം കളറും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽസിൽ തന്നെ കുറച്ച് കൺട്രോൾസ്, നമ്മുടെ ക്രൂയിസ് കൺട്രോൾസ്, അങ്ങനെ കുറച്ച് സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. സെൻട്രൽ ഹ്യുണ്ടായുടെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഡിജിറ്റലാണ്, പക്ഷേ നല്ല കളർ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. കാരണം സാധാരണ മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പുറത്തേക്കും ടോട്ടലി വിസിബിളായിട്ടുള്ളൊരു സെറ്റപ്പിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ 2 വശത്തായിട്ട് നോർമലി ഉള്ള വൈപ്പർ കൺട്രോൾസ്, പിന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ സെൻറ്റർ പാനലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 8 ഇഞ്ച് വരുന്ന ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ പറ്റും. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഓക്കെയാണ്. അവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ AC-യുടെ എയർ വെൻസ് വന്നിരിക്കുന്നത്. സെൻട്രലായിട്ട് ഹസാർഡ് ലാമ്പിൻ്റെ ഒരു സ്വിച്ചും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തും ഒരു ഹൈപ്പർ ബ്ലാക്ക് തീമിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മേളിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് AC-യുടെയും ഫാൻസിൻ്റെയൊക്കെ കൺട്രോൾസ് വരുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ കൺട്രോൾസ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഫിസിക്കൽ സ്വിച്ചുകളാണ് എല്ലാം, ടച്ചും സെറ്റപ്പൊന്നുമല്ല. എല്ലാം നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു രീതിയിലാണ്, കോമൺ സെറ്റപ്പാണ്. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ A ടൈപ്പ് ചാർജിങ് പോർട്ടും പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ നോബ്. ആ ഒരു പ്ലാസ്റ്റിക് ഫീലിലുള്ള ഗിയർ നോബാണ്. നമ്മുടെ വണ്ടി 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇവിടുത്തെ ആ ഒരു പ്ലേസ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാരണം ഇവിടെ നമ്മൾ കൈയൊക്കെ വെക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ 2 ചെറിയ ബോട്ടിൽ ഹോൾഡേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല, നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ഒരു സ്പേസ് വരുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പുറമോട്ട് നീക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഇതിങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആ ഒരു 3 ഷെയ്ഡിലാണ് നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ കളർ കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗ്ലൗ ബോക്സ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു കോ പാസഞ്ചർ സൈഡിലുള്ള AC വെൻറ്റ് കാണാൻ പറ്റും. ഇവിടെയും ആ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ ലെഫ്റ്റ് സൈഡ് ഡോർ പാഡിലേക്ക് വരുന്ന സമയത്തും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമുക്ക് ആ ഒരു സ്പീക്കർ സിസ്റ്റവും അതുപോലെ തന്നെ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഹോൾഡിംഗ് ഏരിയയൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് IRVM കാണാൻ പറ്റും. ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു IRVM സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇനി മേപ്പോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയാം. ഇവിടെ നമുക്ക് ആ ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു സൺഗ്ലാസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെയാണ് നമ്മുടെ റീഡിംഗ് ലാംപ്സ് വന്നിരിക്കുന്നത്. അതാ ഇങ്ങനെ നമുക്കിത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് നോർമൽ സ്വിച്ചസ് വെച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ സൺറൂഫിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സിംഗിൾ പെയിൻ സൺറൂഫാണ്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് മേപ്പോട്ട് ആക്കുകയാണെങ്കിൽ സൺറൂഫ് ഇതാ ഫുള്ള് ഓപ്പണായി. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആകുന്നത്. തിരിച്ച് ക്ലോസ് ആകുമ്പോൾ ഇങ്ങനെ വന്ന് ക്ലോസ് ആവും. പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു സൺ ഷീൽഡ് നമ്മൾ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് ക്ലോസ് ആകത്തുള്ളൂ. പിന്നെ ഒറ്റ പുഷിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു സൺറൂഫ് സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്കിതാ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു സൺ ഷീൽഡ് കാണാൻ പറ്റും. ഇവിടെ മിററില്ല, ഇവിടെ മിറർ വന്നിട്ടുണ്ട്. ഈ സൺ ഷീൽഡിൽ മിററുണ്ട്. അതാണ് ഫ്രണ്ട് വശത്ത് വരുന്ന ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഫ്രണ്ട് റോയിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും മാനുവലി പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പും നമുക്ക് ഡ്രൈവർ സീറ്റിന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഫോൾഡിങ് സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. ഇതാണ് സെക്കൻഡ് റോയിലെ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഒരു ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് റൂമും ഉണ്ട്. അതാ ഒരു അത്യാവശ്യം ആവശ്യത്തിനുള്ള ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സീറ്റിൽ തന്നെ ഒരു ഫയൽ പോക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ക്ലോത്ത് ടൈപ്പിലുള്ള ഒരു സീറ്റിംഗ് കവറൊക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്യിച്ചിട്ട് ഒരു ലെതർ ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. അതാണ് ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സെക്കൻഡ് റോയിൽ നമുക്ക് AC എയർ വെൻസ് വരുന്നുണ്ട്. അതിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചാർജിങ് പോർട്ടും ഫോൺ കുത്തിയാൽ തന്നെ വെക്കാനുള്ളൊരു സ്പേസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്തെ ഇവിടെ ആയിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഓപ്ഷൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മുടെ ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലുള്ള പാസഞ്ചേഴ്സിനുള്ള ബെൽറ്റും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിലുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുറത്തുള്ള എക്സ്റ്റീരിയർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കാണാൻ പറ്റും. അതിനോട് നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള വണ്ടിയുടെ BHP കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 85 BHP പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ 115 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിന് സാധിക്കും എന്നുള്ളതാണ് എഞ്ചിൻ സൈഡിലേക്ക് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടോട്ടലി ഉള്ള ബാക്കിയുള്ള എല്ലാ i20സിലും നമുക്ക് 1.2 ലിറ്ററാണ് വരുന്നത്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ N ലൈൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അതിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വേർഷനിലും അല്ലെങ്കിൽ i20യുടെ ബാക്കിയുള്ള സീരീസിലെല്ലാം നിങ്ങൾക്ക് മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും, അതായത് മാഗ്നയ്ക്ക് മുകളിലോട്ടുള്ള എല്ലാ വേരിയൻസിലും മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ i20 സ്പോർട്സിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇനി നമുക്ക് അങ്ങോട്ട് വിലയെപ്പറ്റി സംസാരിക്കുമ്പോൾ 5,99,000 തൊട്ട് ഇറ എന്ന് പറയുന്ന ആ ഒരു ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എക്സ്ഷോറൂം പ്രൈസാണ്. ഈ i20 സ്പോർട്സ് ഓപ്ഷണലിൽ നമുക്ക് ആയതെന്ന് പറഞ്ഞാൽ 8,28,000 വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. അത് വണ്ടിയുടെ ടോട്ടൽ ഓൺ റോഡ് വന്നപ്പോഴത്തേന് 9,70,000 അടുപ്പിച്ച് റേഞ്ച് ഈ വണ്ടിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആസ്ത ഓപ്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടും. പക്ഷേ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു വേരിയൻ്റായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് സ്പോർട്സ് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വണ്ടിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.